ഇവർക്ക് ഒരർത്ഥത്തിലും വിരാസത്തില്ല. ഇവര് സ്വന്തം പേരിട്ടാൽ അത് അവരെ ആളുകൾ പോലും അംഗീകരിക്കൂല. ഓരോന്നും അങ്ങനെയാണ് പറയുന്നത്. ഒരുപാട് കാരണങ്ങൾ നിരത്തി നമ്മളിത് സമർത്ഥിച്ചതാണ്. ഞാൻ പറഞ്ഞിരുന്നു, അന്നുള്ള പള്ളികൾ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ കാലത്തെ പള്ളിക്ക് എന്താ പേര്? മസ്ജിദ് ആയിഷ അല്ലേ, മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്, അങ്ങനെയൊക്കെയാണ് അന്ന് പേരുകൾ അല്ലെങ്കിൽ പള്ളികൾ അറിയപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇത് ഇകെയിൽ നിന്ന് AP പിടിച്ചെടുത്ത പള്ളിയാകുന്നു. ഇത് തല്ല് വാങ്ങിയിട്ട് ഫത്ഹാക്കിയ പള്ളിയാകുന്നു. മസ്ജിദുൽ ഫത്ഹ അങ്ങനെയാണായത്. അങ്ങനെ ഈ തല്ലും വക്കാണവും 100 ഗ്രൂപ്പും ഇതൊക്കെ ഉണ്ടാക്കിയത് 89-ൽ AP സമസ്തയാണ്. അപ്പൊ അങ്ങനെ ഒരു തല്ല്, അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളി, ഗ്രൂപ്പുകളുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളി, ഈ ശൈലി പോലും അന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കാനും കഴിയാത്ത ചില സഫീഹുകളുണ്ട്, ഓൺലൈനിൽ കാര്യം നിരങ്ങുന്നവർ. ഞാൻ പറയുന്നത്, ആദ്യം ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കുക. മസ്ജിദ് പേരോട് നിട്ടതുകൊണ്ട് അയാൾ വാരിസാവൂല. അങ്ങനെട്ട് ആ പള്ളിയുടെ കഷ്ടക്കാലം കണ്ടോലും ഉണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞ പോയിന്റ് എവിടെയാണ്? അന്നുള്ള പള്ളികൾ അങ്ങനെ അറിയപ്പെട്ടതാണെങ്കിൽ ഇന്ന് ഇത് ഇന്ന ആളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പള്ളി, അല്ലെങ്കിൽ ഇവിടെ തല്ലുണ്ടായി വാങ്ങിയ പള്ളി, ഇത് ഇന്ന വിഭാഗത്തിൻ്റെ പള്ളി, അതുവരെ വ്യത്യസ്തമായി എന്നാ പറഞ്ഞത്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, വാരിസീങ്ങൾ എന്ന് പറയുന്നത് മശായിഖുമാരാണ്. ആ മശായിഖുമാർ അംഗീകരിച്ചുകൊണ്ട് ദീന് പറഞ്ഞവരാണ് ഇമാമീങ്ങൾ. അവർ പറഞ്ഞ ദീനായി സ്ഥിരപ്പെട്ടത് മശായിഖിന്റെ പിന്തുണ അവർക്കുണ്ടായതുകൊണ്ടാണ്. ഇപ്പൊ എന്തുകൊണ്ട് ഫത്ഹുൽ മുഈൻ സ്വീകാര്യമായി? ഫത്ഹുൽ മുഈൻ സ്വീകാര്യമായത് അതുണ്ടാക്കാൻ നിർദ്ദേശിച്ച മശായിഖുണ്ട്. അതാണ് മുഹമ്മദുൽ ബഖരി എൻ്റെ ആത്മീയ ഗുരുവാണ്, അവരാണ് എൻ്റെ ആത്മീയ ശൈഖ് എന്ന് ലോകത്തോട് പറഞ്ഞ ആളാണ് ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു. എന്തുകൊണ്ട് ഖാലി മുഹമ്മദ് തങ്ങളെ മാല, മുഹീദ്ദീൻ മാല ലോകർ അംഗീകരിച്ചു? അവരുടെ ശൈഖായിരുന്നു ഇടിയങ്ങന ശൈഖ് റളിയല്ലാഹു അൻഹു. അവരുടെ നിർദ്ദേശത്തിൽ ഉണ്ടാക്കിയതാ. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാലത്ത് വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, അയാളുടെ പേര് ഇമാം ബഖായി എന്നായിരുന്നു. അങ്ങനെ പേരെന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഹാഫിദുൽ ബഖായി എന്നൊരാൾ ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. ഫതാവയിൽ പറയുന്നുണ്ട്. വലിയ